അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീനൽ ഫായിസീന ബിദില്ലാഹ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ഒതുങ്ങി സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവുമൊക്കെ ചർച്ച ചെയ്ത് കഴിയുന്നത്ര ആഴത്തിൽ ചിന്തിച്ച് തദബ്ബുറോട് കൂടിയുള്ള ഒരു ഖുർആൻ പഠനത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. തികച്ചും ഉപകാരപ്പെടുന്ന ഒരു സംഗമമായി ഇത്തരം ഖുർആൻ പഠന സദസ്സുകളെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയ ആണ് 10-20 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൽ നിന്ന് 22 ആയത്തുകളാണ് ഇതിനകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്നും ഭൂമിയിലെങ്ങാനും അല്ലാഹു അല്ലാത്ത അല്ലാത്തവർ വല്ലതും സൃഷ്ടിച്ചതായി നമുക്ക് കാണുക സാധ്യമല്ല എന്നും, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോരുത്തരും അവനവൻ സൃഷ്ടിച്ചതുമായി പോകുമായിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ടും പ്രമാണം കൊണ്ടും തെളിയുന്ന കാര്യമാണ് ലോകത്തിന് ഒരു ആരാധ്യൻ മാത്രമേ ഉണ്ടാകാവൂ എന്ന കാര്യമെന്നുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ലൗ കാന ഫീഹിമ ആലിഹ, ആകാശഭൂമികളിൽ കുറേ ആരാധ്യന്മാരുണ്ടായിരുന്നുവെങ്കിൽ ഇല്ലല്ലാ, അള്ളാഹുവിന് പുറമെ ലഫസദത, രണ്ട് സ്ഥലത്തും കുഴപ്പമുണ്ടാകുമായിരുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ ആകെ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, റബ്ബിൽ അർഷി, സിംഹാസനത്തിൻ്റെ ഉടമയായ, അമ്മാ യസിഫൂൻ, അവർ വിവരിച്ചുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം. അള്ളാഹുവിനെ കുറിച്ച് ആളുകൾ എന്തൊക്കെ കെട്ടിച്ചമച്ച് പറഞ്ഞുണ്ടാക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 22-ാമത്തെ ആയത്ത് അവസാനിച്ചിട്ടുള്ളത്. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണത്തിൽ എന്താണ് അർഷ് എന്നും അർഷിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്ന ആയത്തുകളും, അതുപോലെ തന്നെ അർഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുർസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അള്ളാഹു ഇസ്തിവാ ചെയ്ത വിഷയങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പോലും ഒരു അടിമക്ക് അർഹതയോ അവകാശമോ ഇല്ല എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് 23-ാമത്തെ ആയത്തിൽ ആ കാര്യം അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ആദ്യം 23-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു പറയാണ്, ലാ യുസ്അലു, അവൻ ചോദിക്കപ്പെടുകയില്ല, അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി.
അള്ളാഹു ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല, ചോദിക്കപ്പെടുകയേയില്ല. എന്നാൽ അങ്ങനെ ചോദിച്ചാലോ വഹും യുസ്അലൂൻ, അവർ ചോദിക്കപ്പെടും. അള്ളാഹുവിനെ ചോദ്യം ചെയ്തവർ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അവൻ്റെ അടിമകളിൽ തീരുമാനിക്കുന്ന ഖളാ ഖദറുകളെക്കുറിച്ച് എന്താണ് റബ്ബ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ തന്നെ അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വഹും യുസ്അലൂൻ, അവരാണ് നാളെ റബ്ബിൻ്റെ മുന്നിൽ വിചാരണക്ക് വിധേയരാകേണ്ടി വരിക, ചോദിക്കപ്പെടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. വാക്കുകൾ ഒന്നുകൂടി നോക്കുക, എന്നിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു പറയുന്നു ലാ യുസ്അലു, സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, ലാ യുസ്അലു ചോദിക്കപ്പെടുകയില്ല. സഅല യസ്അലു ചോദിച്ചു എന്നാണ്, യുസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെടുക എന്നായി, മജ്ഹൂലായി. പിന്നീട് അതിലേക്ക് ലാ എന്ന നഫിയൻ്റെ ലാമും വന്നു. അപ്പോൾ ലാ യുസ്അലു, അവൻ ചോദിക്കപ്പെടുകയില്ല. അൻ മാ ഒന്നിനെ പറ്റി, അത് ഇദ്ഗാം ചെയ്തുകൊണ്ട് അമ്മ എന്നാകും. അമ്മ ഒന്നിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല. യഫ്അലു അവൻ പ്രവർത്തിച്ചതിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല. വഹും അവരാകട്ടെ യുസ്അലൂൻ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നോക്കല്ലേ, ലാ യുസ്അലു അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുകയില്ല. ലാ യുസ്അലു ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ യഫ്അലു അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വഹും യുസ്അലൂൻ അവരാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവൻ്റെ ഖളാ ഖദറുകളെക്കുറിച്ച്, തീരുമാനങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവൻ്റെ വാക്കുകളെക്കുറിച്ച് ചോദിക്കപ്പെടാത്തവനാണെങ്കിൽ മനുഷ്യരാകട്ടെ, അവൻ്റെ ഏത് അടിമകളുമാകട്ടെ, അവർ ഓരോ പ്രവർത്തനത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വിശുദ്ധ ഖുർആൻ വേറെയും സ്ഥലങ്ങളിൽ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ 15-ാം അധ്യായത്തിൽ 92, 93 ആയത്തുകളിൽ അള്ളാഹു പറയാണ്, ഫവറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു പറയാണ്, ഫവറബ്ബിക, നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, ലനസ്അലന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ പറ്റി. ഓരോ അടിമയും ഓരോ പ്രവർത്തനത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങൾ, ആ ഒരു ബോധം സദാസമയവും നമ്മൾ നിലനിർത്തണം. ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും റബ്ബിൻ്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ഇരിക്കുന്നത് പോസിറ്റീവായി വിചാരണ ചെയ്യപ്പെടും. നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും നമുക്കെതിരായി വിചാരണക്ക് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞ കാര്യമാണ് ലനസ്അലന്നഹും അജ്മഈൻ, ലനസ്അലന്നഹും അജ്മഈൻ, അവരെ മുഴുവൻ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തൊക്കെ അള്ളാഹ് ചോദിക്കാന്നറിയോ? എല്ലാം ചോദിക്കും. നമ്മൾ അനുഭവിച്ച, ആസ്വദിച്ച ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും. ഖുർആൻ ആ കാര്യം പ്രത്യേകം പഠിപ്പിച്ചു തന്നു. സൂറത്തു തക്കാസുറിൽ നമുക്ക് കേട്ടു പരിചയമുള്ള ആയത്തിൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് തീർച്ചയായും നിങ്ങൾ ആസ്വദിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു ആ സമയത്ത് നന്ദിയുള്ള അടിമയായി എന്ന നിലക്ക് ആ ചോദ്യങ്ങൾക്ക് വിധേയരാകുമ്പോൾ കൃത്യമായ മറുപടി നൽകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ നാളെ പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്ത് തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയ ഒരു രംഗമുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്ന് വലഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ കഴിക്കാമെന്ന നിലക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയും കാര്യം അന്വേഷിക്കുകയും രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലാണ് എന്നറിയുകയും
പിന്നീട് ഉമർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുകയും 3 പേരും ആരെങ്കിലും അവരെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ഒരു വ്യക്തി അവരെ വിളിച്ചു കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം തിന്നിട്ട് പറഞ്ഞൊരു വാചകമാണ് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. കുറച്ച് മുമ്പ് നമ്മൾ വിശന്നിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്കിതാ ഈത്തപ്പഴം തിന്നാൻ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കൾ, അതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തുൽ അംബിയായിലെ 23-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞത് വഹും യുസ്അലൂൻ, അടിമകൾ ചോദിക്കപ്പെടും, വിചാരണക്ക് വിധേയരാകും. അനുഗ്രഹങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുക എന്താ? പല തവണ നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുക നമസ്കാരമാണ്. നമ്മൾ അനുഭവിച്ച ആസ്വദിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് 2 കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അൻ യുഖാല ലഹു അലം ഉസിഹ്ഹ ലക ജിസ്മക വഅർവിക മിനൽ മാഇൽ ബാരിദ്. നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ, നിനക്ക് വെള്ളം കുടിക്കാൻ അനുഗ്രഹം ലഭിച്ചില്ലേ? ഇത് രണ്ടുമാണ് അനുഗ്രഹങ്ങളിൽ ആദ്യമായി അള്ളാഹു ചോദിക്കുക. ഓരോ കാര്യങ്ങളും വിചാരണക്ക് വിധേയമാകുമ്പോൾ നമ്മൾ ആസ്വദിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യം അള്ളാഹു ചോദിക്കുന്നത് 2 ചോദ്യമാണ്. എടാ, നിനക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ലേ? നീ വെള്ളം കുടിച്ചിരുന്നില്ലേ? സുഹൃത്തുക്കളെ, ഇതും കിട്ടാത്ത ആളുകളുണ്ട്. വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, കുടിക്കാൻ പറ്റൂല. 13 ഗുളിക കഴിക്കണം, പക്ഷേ 1.5 ഗ്ലാസ് വെള്ളേ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോക്ടർമാർ വിധിച്ചവരുണ്ട്. ആരോഗ്യമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ആരോഗ്യവാന്മാരായ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് അള്ള ചോദിക്കണ ചോദ്യം, നിനക്ക് ശാരീരികമായ ആരോഗ്യം തന്നില്ലേ? മാ ഉൽബാരിദ്, തണുത്ത വെള്ളം കുടിക്കാൻ പറ്റിയില്ലേ? ദാഹിച്ച സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു റാഹത്തുണ്ട്. എന്നിട്ട് അതും ഇടത് കൈ കൊണ്ടല്ലേ കുടിച്ചത്? ബിസ്മി ചൊല്ലാൻ മറന്നില്ലേ? അള്ളാൻ്റെ മുന്നിൽ ചോദിക്കപ്പെടും. അള്ളാഹു ഓരോ ഭക്ഷണവും ഓരോ വെള്ളവും തിന്നും കുടിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അദബുകൾ മുഴുവൻ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യം എന്ന അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കുന്നവരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഓരോ കാര്യം ചോദിക്കുമെങ്കിലും അതിൽ അനുഗ്രഹങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുക ഈ 2 കാര്യങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല സ്വഹീഹു തർഗീബ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ 3223-ാം നമ്പറായി ഉദ്ധരിച്ച സഹീഹുൻ എന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. പലതവണ നമ്മൾ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കണില്ല. ആ ഹദീസിൽ കാണാം, നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ഫഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ രക്ഷപ്പെട്ടാൽ, അതിൽ നന്നായാൽ അവൻ രക്ഷപ്പെട്ടവനാ. അവിടുന്ന് അങ്ങോട്ടുള്ള വിചാരണ ലളിതമാണ്. വ ഇൻ ഫസദത്ത് ഫഖദ് ഖാബ വ ഖസിറ, അതിൽ വല്ല കുറവും ന്യൂനതയും പോരായ്മയും അപാകതയും കാട്ടിക്കൂട്ടി നിസ്കരിച്ചതാണ്, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്തതാണ്, സമയം തെറ്റിച്ചാണ് ചെയ്തത്, കൃത്യമായൊന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിരുന്നു എന്ന വല്ല കുറവുകളും കാണിക്കപ്പെട്ടാൽ അവൻ നഷ്ടപ്പെട്ടത് തന്നെ, അവൻ നശിച്ചത് തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മൾ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് എന്താണ്? 2 ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിഷയത്തിൽ ആദ്യമായി വിചാരണക്കെടുക്കുക കൊലപാതകം, രക്തം ചിന്തലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, സഹീഹു തർഗീബിൽ തന്നെ അൽബാനി റഹിമഹുല്ല 2435-ാം നമ്പറായി കൊണ്ടുവന്ന ഹദീസാണ്. വ ഇന്ന അവ്വല മാ യുഖ്ലാ ബൈനൻ നാസി ഫിദ്ദിമാ, വ ഇന്ന അവ്വല മാ യുഖ്ലാ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആദ്യത്തെ വിഷയം എവിടെ? പരലോകത്ത് ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആദ്യത്തെ വിഷയം ഫിദ്ദിമായി, രക്തം ചിന്തിയ കാര്യമായിരിക്കും, കൊലപാതകത്തിൻ്റെ വിഷയത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതുപോലെ അവിടെ വിചാരണക്ക് വിധേയമാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വഹും യുസ്അലൂൻ, അവർ ചോദിക്കപ്പെടും എന്ന ആയത്താണ്. അവിടെ ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തൻ്റെ കീഴിലുള്ളവരോട് എങ്ങനെ പെരുമാറി. ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും മക്കളും അയാളുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അവരുടെ പ്രജകളാണ്.
ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണീയർ അവരുടെ കീഴിലുള്ള പ്രജകളാണ്. അവരെക്കുറിച്ച് പ്രത്യേകം അല്ലാഹ് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി. കുല്ലുക്കും റാഇ, ജനങ്ങളെ നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. എല്ലാവർക്കുണ്ട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള അധികാരങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ. ഉപ്പ എന്ന സ്ഥാനം, കുടുംബനാഥൻ എന്ന സ്ഥാനം, അധ്യാപകർ എന്ന സ്ഥാനം, കടയിലെ മാനേജർ എന്ന സ്ഥാനം, വിവിധ തലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. കുല്ലുക്കും റാഇ, നിങ്ങളെല്ലാവരും മറ്റുള്ളവരാൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. നിങ്ങളവരോട് എങ്ങനെ പെരുമാറി? അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തിരുന്നോ? മാന്യമായി അവരോട് ഇടപഴകിയിരുന്നോ? നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട്. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? തൻ്റെ കീഴിലുള്ള പ്രജകളോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുന്നവർക്ക് സ്വർഗം ഹറാമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു കുടുംബനാഥൻ തൻ്റെ ഭാര്യനെയും മക്കളെയും നല്ല നിലക്ക് നോക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുകയാണ് എങ്കിൽ ആൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഓരോന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു അല്ലേ? ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം ആ ഹദീസിൽ വിവിധമായി എണ്ണി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഅയ്യ, ഏതെങ്കിലും ഒരു അടിമക്ക് അവൻ്റെ കീഴിൽ ഒരു പ്രജയെ അല്ലാഹ് കൊടുത്താൽ, അത് ഭരണാധികാരിയാകാം, അത് എന്തെങ്കിലും ഒരു ക്ലാസിൻ്റെ ലീഡറാകാം, മനസ്സിലാണ്ടോ പറയുന്നത്, ഒരു പള്ളി കമ്മിറ്റിയിലെ ഭാരവാഹിയാകാം, എന്തും ആകാം, ഒരു സംഘടനയിലെ സെക്രട്ടറി ആകാം. ഒരു ഉത്തരവാദിത്തം അള്ളാഹു ആർക്കെങ്കിലും കൊടുത്താൽ, യമൂതു യൗമ യമൂതു വഹുവ ഗാശുൽ ലിറഅയതിഹി, എന്നിട്ട് അയാൾ മരിച്ചു പോകുന്ന ദിവസം തൻ്റെ പ്രജകളെ വഞ്ചിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, താൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകൾ ഏറ്റെടുത്തിട്ട് അവകാശങ്ങളൊന്നും വകവെച്ച് കൊടുക്കാതെയാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ, ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് വിവിധ ഉത്തരവാദിത്തങ്ങളുള്ളവരെ എന്ന നിലക്ക് അത് നിർവഹിച്ചില്ലെങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ആയത്ത് കൂടുതൽ വിശദീകരിക്കല്ല, അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ആയത്തൊന്നും കൂടി അർത്ഥം നമുക്കൊന്ന് നോക്കാം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു, അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല. അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വഹും യുസ്അലൂൻ, അവരാകട്ടെ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അപ്പോൾ നമ്മളാണ് ചോദിക്കപ്പെടുക, അല്ലാഹ് ചോദിക്കപ്പെടൂല. അള്ളാഹുവിനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ തന്നെ പ്രത്യേകം ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമക്കും തൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത വിധം ചില ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവൻ്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു, അവൻ്റെ യുവത്വം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, അവൻ്റെ സമ്പത്ത് എവിടുന്ന് കിട്ടി, എന്തിൽ ചെലവഴിച്ചു എന്നൊക്കെ വിചാരണയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 24-ാമത്തെ ആയത്താണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത്. ആദ്യം ആയത്ത് നോക്കുക. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ഖുൽ ഹാതു ബുർഹാനകും ഹാദാ ദിക്റു മൻ മഅയ വ ദിക്റു മൻ ഖബലി ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ് ഫഹും മുഅ്രിദൂൻ. അമിത്തഖദൂ മിൻ ദൂനിഹി, അതല്ല അവന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ ആലിഹ, ആരാധ്യന്മാരെ. ഇതൊക്കെ ചെയ്യുന്ന, ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത റബ്ബ്, റബ്ബിനെ ചോദ്യം ചെയ്തവരെല്ലാം ചോദിക്കപ്പെടുമെന്ന് പഠിപ്പിച്ച ആ റബ്ബിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ അവർ? അതല്ല, ഇത്തഖദൂ
വന്ന വാക്കുകളാണ് മുമ്പുള്ള ആയത്തുകളിൽ. അവർ സ്വീകരിച്ചിരിക്കുകയാണോ മിൻ ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, ആലിഹത്തൻ, ആലിഹത്തിൻ്റെ ഏകവചനം എന്താ? ഇലാഹ്. ഇലാഹിൻ്റെ ബഹുവചനമാണ് ആലിഹത്ത്, ആരാധ്യന്മാർ. അവന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, മുമ്പ് വന്നതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്നൊരു കാര്യം പറയുന്നുണ്ട്. അള്ളാഹു അല്ലാതെ ആരാധ്യന്മാരെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് നിങ്ങൾ ഹാജരാക്കണം. അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വം. എന്ത് ചെയ്യണമെങ്കിലും തെളിവ് വേണം. ദീനിൽ നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെന്തു വേണം? തെളിവ് വേണം. അത് ദീനാണ് എന്നതിന് തെളിവ് വേണം. ഒരു വിഷയം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഖുർആനും ഹദീസും പ്രമാണമായി നമ്മുടെ മുന്നിലില്ലാതെ നമുക്ക് അത് ചെയ്യുക സാധ്യമേ അല്ല. ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ആദ്യം വിശദീകരിക്കുന്നത്. ആയത്ത് നോക്കുക. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അമിത്തഖദൂ, അതല്ല അവർ സ്വീകരിച്ചിരിക്കുകയാണോ, മിൻ ദൂനിഹി, അവന് പുറമേ, ആലിഹത്തൻ, ചില ആരാധ്യന്മാരെ. ഖുൽ, നബിയെ പറയുക, ഹാത്തു, എങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും, നിങ്ങൾക്കതിനുള്ള തെളിവ്, നിങ്ങൾക്കതിനുള്ള തെളിവ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ ഹുജ്ജത്ത്, തെളിവ്, ദലീൽ. ബുർഹാൻ, ഹുജ്ജത്ത്, ദലീൽ, തെളിവ്. ബുർഹാനക്കും, നിങ്ങൾക്കതിനുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ബുർഹാനിൻ്റെ മുത്തറാദിഫ് പര്യായ പദങ്ങളാണ് ഹുജ്ജത്തുൻ, ദലീലുൻ എന്നൊക്കെയുള്ള വാക്കുകൾ. ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ അതിനുള്ള തെളിവൊന്ന് കൊണ്ടുവരൂ. അപ്പോൾ ഏതൊരു വാദം ആര് പറയുകയാണെങ്കിലും നമുക്ക് തിരിച്ച് ഒന്നേ ചോദിക്കേണ്ടതുള്ളൂ, എന്തുള്ളൂ? എന്നാൽ അതിനുള്ള തെളിവ് കൊണ്ടുവാ. തെളിവ് കൊണ്ടുവന്നോ, അതാണ് ശരി. അല്ല, എന്നാലും ഞാൻ ഇങ്ങനെ വാദിച്ചത്, നീ അങ്ങനെ വാദിച്ചത്, പിന്നെ നീ തെളിവ് കണ്ടിട്ടൊന്നും കാര്യമില്ല എന്ന മർക്കട പുഷ്ടി മുസ്ലിമിന് പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൂറ് പ്രമാണങ്ങളോടാണ്, പ്രമാണിമാരോടല്ല, വ്യക്തികളോടല്ല, മറിച്ച് തെളിവുകളോടാണ് ഒരു മുസ്ലിമിന് ഏറ്റവും അധികം പ്രബദ്ധത ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം ഏത് കാര്യത്തിനും തെളിവ് വേണമെന്ന കണിശമായ നിലപാട് കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ജൂത ക്രിസ്ത്യാനികൾ അവരാ സ്വർഗത്തിൽ പോകുക എന്ന് വാദിച്ച ആളുകളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും പരസ്പരം പറഞ്ഞത് ഞങ്ങളാ പോകുക എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളെ പോകുക എന്നുള്ളതിനൊരു തെളിവ് കൊണ്ടുവന്നാൽ മതി, ആരും പോയിക്കോളിയും, കുഴപ്പമൊന്നുമില്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 111-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വഖാലു, അവർ പറഞ്ഞു, ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറാ, ജൂതനോ ക്രിസ്ത്യാനിയോ ആകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. ചില ആയത്തുകളിൽ കാണാം, ജൂതന്മാർ പറഞ്ഞു നിങ്ങൾ ആരും പോകൂല, ഞങ്ങളെ പോകുള്ളൂ. ക്രിസ്ത്യാനികൾ പറഞ്ഞു നിങ്ങൾ ആരും പോകൂല, ഞങ്ങളെ പോകുള്ളൂ. വിശ്വാസികൾ നിങ്ങൾ ആരും പോകൂല, ഞങ്ങളെ പോകുള്ളൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് കുൽ ഹാത്തു ബുർഹാനക്കും, കുൽ നബിയെ അങ്ങ് തിരിച്ചൊരു കാര്യം ചോദിച്ചേക്ക്, ഹാത്തു ബുർഹാനക്കും, എങ്കിൽ നിങ്ങളതിനുള്ള തെളിവൊന്നു ഹാജരാക്കൂ. നിങ്ങളാ സ്വർഗത്തിൽ പോകുക എന്ന് നിങ്ങൾ വാദിക്കണുണ്ടെങ്കിൽ അതിന് പറ്റിയ തെളിവ് നിങ്ങളൊന്ന് ഹാജരാക്കണം. ഇൻ കുന്തും സ്വാദിഖീൻ, സത്യമാ നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ. വിശ്വാസികളെ, നമുക്ക് ശരിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ തെളിവ് കൂടെയുണ്ട് എന്നതാണ്. തെളിവാണ് ഇസ്ലാമിൽ പ്രമാണം, ഭൂരിപക്ഷമല്ല. ഭൂരിപക്ഷമാണ് തെളിവ് എങ്കിൽ ഇന്ന് തിന്മകൾക്ക് പിന്നാലെയാണ് നമ്മൾ പോകേണ്ടി വരിക. കാരണം അതിനായിരിക്കും കൂടുതലും ആളുകൾ ഉണ്ടാകുക. ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത് അത് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിലെ ഏതൊരു കാര്യവും സ്ഥാപിക്കേണ്ടത് പ്രമാണം കൊണ്ടാണ് എന്നതിനാൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് ഹാജരാക്കൂ. അള്ളാഹു അല്ലാതെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് അഇലാഹും മഅല്ലാഹ്. സൂറത്തുൻ നംലിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, സൃഷ്ടിപ്പ് ആരംഭിക്കുന്നതും അത് വീണ്ടും സൃഷ്ടിക്കുന്നതും അള്ളയാണ്. ആകാശഭൂമികളിൽ നിന്ന് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്. ഇലാഹും മഅല്ലാഹ്, ആ അള്ളാഹ്ക്ക് പുറമെ വല്ല ആരാധ്യനുണ്ടോ? ഉണ്ടെങ്കിൽ ഖുൽ ഹാതൂ ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ. അവിടെ അങ്ങനെ അള്ളാഹ് പറഞ്ഞത്. അങ്ങനെ വാദമുണ്ടെങ്കിൽ അള്ളാഹു പുറമെ ഒരു റാസിഖ്, ഒരു മുദബ്ബിർ, അല്ലല്ലാതെ ലോകം നിയന്ത്രിക്കുന്ന ഒരാൾ ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ, അഭിപ്രായമെങ്കിൽ, ഇലാഹും മഅല്ലാഹ്, അള്ളാഹ്ക്ക് കൂടെ ഒരു ഇലാഹുണ്ട് എന്നാണോ വാദിക്കുന്നത്? ഖുൽ ഹാതൂ ബുർഹാനക്കും, എങ്കിൽ നിങ്ങളതിനുള്ള തെളിവൊന്ന് കൊണ്ടുവരൂ എന്ന് പറയുക പ്രവാചകരെ, ഇൻ കുൻതും സ്വാദിഖീൻ. മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ തെളിവ് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നും ഖുർആൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? മനസ്സിലാണ്ടോ പറയണത്? തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുക മാത്രമല്ല, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, ബുർഹാന് എന്ന അതേ പദം ഉപയോഗിച്ചിട്ട്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയണേ, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ലേ, ലാ ബുർഹാന ലഹു ബിഹി, ലാ ബുർഹാന ലഹു ബിഹി, അവർക്കതിന് തെളിവില്ല. ഖുർആൻ പറയാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അങ്ങനെ ചെയ്തവൻ തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ വിചാരണക്ക് വിധേയനാകും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാര്യം എന്താണെന്നറിയോ? കാഫിരീങ്ങൾ വിജയിക്കാൻ പോണില്ല, ഓൽക്ക് തെളിവ് കിട്ടൂല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിനും തെളിവ് എവിടെ എന്ന് നോക്കി അതിൻ്റെ പിന്നാലെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു പദമാണ് ബുർഹാന് എന്ന പദം. ഓരോന്നും വിശദീകരിക്കണില്ല, ചില നമ്പറുകൾ മാത്രം പറയുകയാണ്. 2-ാം അധ്യായം 111 ഇപ്പോൾ നമ്മൾ പറഞ്ഞു. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 174, 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 24, 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 24 നമ്മൾ വിശദീകരിക്കണ ആയത്ത്, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 117, 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 64, 28-ാം അധ്യായം സൂറത്തു ഖസസിലെ 32, അതേ സൂറത്തിലെ തന്നെ 75. ഈ സ്ഥലത്തൊക്കെ ബുർഹാൻ, തെളിവ് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ആ ഭാഗം നോക്കുക, എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമിത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അതല്ല അവന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ ഹാതൂ ബുർഹാനക്കും, എങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുക. ഹാദാ ദിക്റു മൻ മഅയ, ഇത് തന്നെയാകുന്നു എൻ്റെ കൂടെയുള്ളവർക്കുള്ള ഉത്ബോധനം. ഹാദാ, ഇത് തന്നെയാണ്, ദിക്റു, ഉത്ബോധനം, മൻ മഅയ, എൻ്റെ കൂടെ ഉള്ളവർക്കുള്ള ഉത്ബോധനം ഇതാണ്. ഇതിനപ്പുറങ്ങൾ വേറൊരു തെളിവും പ്രമാണവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല. എൻ്റെ കൂടെ ഉള്ളവർക്കുള്ള ഉത്ബോധന ഗ്രന്ഥം ഈ ഖുർആനാണ്. വദിക്റു മൻ ഖബിലി, എൻ്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുമുള്ള ഉത്ബോധനം, തെളിവ് കൊണ്ടുവരണം എന്നതാണ്. തെളിവുണ്ടോ സ്വീകരിക്കുക, തെളിവില്ലേ സ്വീകരിക്കാൻ പാടില്ല. ഇന്ന ആളുകൾ പറഞ്ഞു, ഇന്ന കൂട്ടായ്മ പറഞ്ഞു, ഇന്ന വ്യക്തികൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. മറിച്ച് എന്താണ്? ഹാതൂ ബുർഹാനക്കും, തെളിവ് കൊണ്ടുവരണം. അത് എനിക്കുള്ള ഉത്ബോധനവുമാണ്, എൻ്റെ മുമ്പ് വന്ന പ്രവാചകന്മാർക്കുമുള്ള ഉത്ബോധനമായിരുന്നു. ഹാതൂ ബുർഹാനക്കും, തെളിവാണ് നോക്കേണ്ടത്. പക്ഷേ തെളിവ് നോക്കാതെ ആളുകളുടെ ഭൂരിപക്ഷത്തെയാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പിഴച്ചു പോയ ആളുകളായിരിക്കും. വിശുദ്ധ ഖുർആൻ അടുത്ത ഭാഗത്ത് പറയുന്നത് നോക്കൂ നിങ്ങൾ, ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്, ബൽ എന്നാൽ
അക്സറുഹും അവരിൽ അധികം ആളുകളും ലാ യഅലമൂനൽ ഹഖ്ക സത്യം അറിയുന്നവരല്ല. ഖുർആൻ പറയാണ്, നിങ്ങൾ സത്യമാണോ എന്ന് നോക്കേണ്ടത് ആളുകൾ കൂടുതലുണ്ടോ നോക്കിയിട്ടല്ല, മറിച്ച് ബുർഹാന്, ഹുജ്ജത്ത്, തെളിവ്, പ്രമാണം എന്താണ് എന്ന് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിക്ക ആളുകളും സത്യം മനസ്സിലാക്കാത്തവരാണ്. ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്. സഹോദരങ്ങളെ, ഇത് ഖുർആനിൻ്റെ ഒരു തത്വമാണ്. ഖുർആനിൽ എവിടെയെല്ലാം കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞുവോ അതെല്ലാം മോശമായ ആളുകളാണ്. ഖുർആൻ എവിടെയൊക്കെ കുറച്ചുപേർ എന്ന് പറഞ്ഞുവോ അവിടെയെല്ലാം നല്ല ആളുകളാണ്. പണ്ഡിതന്മാർ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഓരോ ആയത്തിൻ്റെയും വിശദീകരണങ്ങളിൽ അവരാ കാര്യം പറയുന്നത് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിനു വേണ്ടി വീണ്ടും ഒന്നുകൂടി ആ വിഷയം നോക്കിയപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, അക്സറുഹും എന്ന് പറഞ്ഞ ആയത്തുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് അവരൊക്കെ മോശക്കാരാണ്. ചിലത് മാത്രം ഞാൻ ഉദാഹരണമായി പറഞ്ഞു പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 24-ാമത്തെ ആയത്തിൽ അവർ അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ച് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ അവരോട് അവർക്കതിനുള്ള തെളിവ് ഹാജരാക്കാൻ പറയുക എന്ന് അള്ളാഹു ആവശ്യപ്പെടുകയും ഇത് എൻ്റെ കൂടെയുള്ളവർക്കും എൻ്റെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്കും നൽകപ്പെട്ട ഉത്ബോധനമാണ് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അള്ളാഹു പറയുകയാണ്, ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ക, എന്നാൽ അവരിൽ അധികം ആളുകളും സത്യം അറിയുന്നില്ല. അധികം ആളുകൾ ചെയ്യുന്നത് പലപ്പോഴും സത്യത്തിനെതിരായിരിക്കും എന്ന് തന്നെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഫിൽ ഖുർആനിൽ കരീമി ആയാത്തുൻ, വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്, തസിഫു അഹ്വാല അക്സരിൻ നാസി ബിവസ്ഫിൻ ഖബീഹിൻ, കുറേ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശേഷണം പറയുന്നിടത്തൊക്കെ ബിവസ്ഫിൻ ഖബീഹിൻ, ചീത്ത ആളുകളെ കുറിച്ചായിരിക്കും അള്ളാഹു പറയുന്നത്. അതിന് ഉദാഹരണമായി കുറേ ആയത്തുകളുണ്ട്, ചിലത് മാത്രമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സൂറത്ത് സുഹുറുഫിലെ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലാകിന്ന അക്സറഹും ലിൽ ഹഖി കാരിഹൂൻ, അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ളവരായിരിക്കും. വേണ്ട, നമ്മൾ നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളെ മാത്രം എടുത്താൽ സത്യം അനുസരിക്കുന്നവരും അതിനെ ധിക്കരിക്കുന്നവരുമായ ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ ഭൂരിപക്ഷവും എന്തായിരിക്കും? തൗഹീദാകുന്ന ഏറ്റവും വലിയ സത്യത്തെ മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഓരോ നന്മകളെയും പുച്ഛിക്കുന്നവരും എതിർക്കുന്നവരുമായിരിക്കും ഭൂരിപക്ഷവും. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 100-ാം വചനത്തിൽ പറഞ്ഞു, ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അധികം ആളുകളും വിശ്വസിക്കുകയില്ല. വിശ്വാസികളുടെ എണ്ണം എപ്പോഴും കുറവായിരിക്കും. സൂറത്ത് ആലി ഇംറാനിലെ 110-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും താന്തോന്നികളും തമ്മാടികളുമാണ്, അധികം ആളുകളും മോശക്കാരാണ് എന്ന് സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹ് പറഞ്ഞു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 103-ൽ അല്ലാഹ് പറയാണ്, വഅക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധികം ആളുകളും ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല, സത്യത്തെ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശേഷി ഉപയോഗപ്പെടുത്തുന്നില്ല. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഉണ്ടോ? ഞാൻ ഒക്കെ വിശദീകരിക്കല്ല, ഓരോന്നിലും അല്ലാഹ് പറയണത് എന്താ? സത്യത്തോട് വെറുപ്പുള്ളവരാണ് കൂടുതൽ, മുഅ്മിനീങ്ങളല്ല അധികവും, ഫാസിഖീങ്ങളാണ് കൂടുതൽ, ബുദ്ധി കൊടുക്കാത്തവരാണ് കൂടുതൽ, കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ് കൂടുതൽ. സൂറത്തുൽ അൻആമിലെ 111-ൽ അല്ലാഹു പറയുകയാണ്, വലാകിന്ന അക്സറുഹും യജ്ഹലൂൻ, പക്ഷേ അവർ അധികം ആളുകളും അവിവേകികളാണ്, ജഹാലത്തിൻ്റെ ആളുകളാണ്, വിവരദോഷികളാണ്. അധികം ആളുകളും ദീൻ പഠിക്കാത്തവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വലാകിന്ന അക്സറുഹും ലാ യഷ്കുറൂൻ,
എന്നാൽ അവരിൽ അധികം ആളുകളും നന്ദി കാണിക്കുകയില്ല. ഒരു 100 ആളെ നമ്മൾ എടുത്താൽ അതിൽ 100-ൽ ഭൂരിപക്ഷം ആളുകളും നന്ദി കെട്ടവരായിരിക്കും. വളരെ കുറച്ച് ആളുകളെ നന്ദി കാണിക്കുന്നവരുണ്ടാവുകയുള്ളൂ. ഇതൊക്കെ ഖുർആൻ കൃത്യമായി പല സ്ഥലങ്ങളിൽ പറയുന്നതിൽ ഏതാനും ചിലത് മാത്രം ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഭൂരിപക്ഷം എന്നത് ഇസ്ലാമിൽ പരിഗണനയെ അർഹിക്കുന്നില്ല. കാരണം ഏതൊരു സ്ഥലത്തും ഭൂരിപക്ഷമായിരിക്കും പ്രശ്നക്കാർ. അത് നോക്കാനേ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം. കൂടുതൽ പേർ ചെയ്യുന്നു എന്നത് ഒരു കാര്യം ന്യായമാണ്, ശരിയാണ്, സത്യമാണ്, ഹലാലാണ് എന്ന് പറയാൻ കാരണമാകാൻ പാടില്ല എന്നർത്ഥം. നേരെ തിരിച്ചുണ്ടാകുക എന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, വതറാ കസീറം മിൻഹും യുസാരിഊന ഫിൽ ഇസ്മി വൽ ഉദ്വാൻ. വതറാ, പ്രവാചകരെ താങ്കൾക്ക് കാണാം, കസീറം മിൻഹും, അവരിൽ കൂടുതൽ ആളുകളും, യുസാരിഊന, ധൃതി കാണിക്കുന്നവരായിരിക്കും, ഫിൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മകൾക്കും ശത്രുതക്കും. തിന്മകളും ഹറാമുകളും വൃത്തികേടുകളൊക്കെ ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കുന്ന ആളുകളായിട്ട് അവരിൽ കൂടുതൽ പേരെ താങ്കൾക്ക് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. സൂറത്തു ഹൂദിലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ, അതാണല്ലോ ആദ്യത്തെ ഒരു പ്രബോധകൻ, ആദ്യത്തെ തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വന്ന പ്രബോധകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളുടെ എണ്ണം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? സൂറത്ത് ഹൂദിലെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്തൻ നൂർ, നമ്മുടെ കൽപ്പന വരികയും ശക്തമായ മഴ പെയ്യുകയും ഉറവ് പൊട്ടിയൊഴുകുകയും അടുപ്പുകളിൽ നിന്ന് പോലും ജലം പൊട്ടിയൊഴുകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ, കുൽനാ ഇഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി വഅഹ്ലക ഇല്ലാ മൻ സബക അലൈഹിൽ ഖൗൽ വമൻ ആമൻ. അതിലേക്ക് കയറാൻ പറ്റുന്നവരോടൊക്കെ കയറാൻ പറഞ്ഞു, വിശ്വസിച്ചവർ മാത്രം കയറി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ആദ്യത്തെ പ്രവാചകനായ നൂഹ് നബി ഉണ്ടല്ലോ, ആ നൂഹ് നബിയിൽ വിശ്വസിച്ചത് വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് ആളുകളായിരുന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ചരിത്രം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം വരെ എടുത്തു നോക്കിയാൽ അത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതൽ ആളുകൾ എതിർക്കുന്നവരായിരുന്നു. മനസ്സിലാവുണ്ടോ പറയണത്? ഒരു പ്രവാചകൻ്റെ കൂടെ തൻ്റെ ജീവിതം മുഴുവൻ പ്രബോധനത്തിനു വേണ്ടി നിർവഹിച്ചിട്ട് ഒരാളെപ്പോലും കിട്ടാത്ത പ്രവാചകൻ വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ മാത്രമുള്ള പ്രവാചകൻ ഉണ്ടാകും, വളരെ കുറച്ചു പേർ മാത്രം വിശ്വസിച്ച പ്രവാചകന്മാർ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ആളുകളെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ പോസിറ്റീവായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നും ഖുർആനിൽ നമുക്ക് കാണാം. 34-ാം അധ്യായം സൂറത്ത് സബയിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ്. നന്ദി കാണിക്കുന്നവർ കുറവായിരിക്കും. കുറവ് പറഞ്ഞപ്പോൾ നല്ലവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മൾ കേട്ട ചരിത്രമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി വല്ലാതെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇജ്അൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ നിൻ്റെ ആ കുറഞ്ഞ ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്തണേ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ്, മിൻ ഐന അതൈത ബിഹാദ ദുആ, എവിടുന്നാണ് നീ ഈ പ്രാർത്ഥന കൊണ്ടുവന്നത്? ഖുർആനിലും ഹദീസിലൊന്നും അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലല്ലോ, എവിടുന്നാണ് കിട്ടിയത്? ഫഖാല റജുലു, ആ വ്യക്തി പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു ഫീ കിതാബിഹിൽ അസീസ്, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ കുറവായിരിക്കുമെന്ന്. ആ കുറഞ്ഞ പേരിൽ ഉൾപ്പെടുത്തണേന്നാണ് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഫബക്കാ സയ്യിദുന ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ, സ്വന്തത്തോട് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഉമറേ ജനങ്ങൾക്കൊക്കെ നിന്നെക്കാളും വിവരമുണ്ട്, അവരൊക്കെ ഖുർആനിൽ നിന്ന് ഇങ്ങനെ ആയത്ത് കണ്ടപ്പോൾ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ട്,
എന്നിട്ട് അദ്ദേഹവും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ നിനക്ക് നന്ദി കാണിക്കുന്ന ആ കുറഞ്ഞ എണ്ണം ആളുകളിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ. വിശ്വാസികൾ ആ ഒരു നിലപാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കുറേ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും നടക്കൂല. കുറച്ച് പേരുള്ളൂവെങ്കിലും ആ കൂട്ടത്തിൽ പടച്ചോനെ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന ദുആ ആയിരിക്കണം നാം ഓരോരുത്തരും എല്ലായ്പ്പോഴും നിർവഹിക്കേണ്ടത്. ഇന്ന് ഭൂരിപക്ഷം ആളുകളും തെറ്റ് ചെയ്യാൻ കണ്ടെത്തുന്നൊരു ന്യായമാണ്, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും അങ്ങനെയാണ് അമ്മ, പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കുട്ടികൾ തെറ്റ് ചെയ്യാൻ കണ്ടെത്തുന്നൊരു ന്യായമാണ്. മുഖത്ത് ക്രീം തേക്കാനും ചുണ്ടിൽ ചുവപ്പ് തേക്കാനും ടൈറ്റ് പാൻ്റ് ഇട്ട് പോകാനും ഒക്കെ പെൺകുട്ടികൾക്കുള്ളൊരു പ്രേരണ എന്താണ്? ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ, എല്ലാവരും അങ്ങനെ വരിക. അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 100-ാം വചനത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? കുൽ, നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബ്, നല്ലതും ചീത്തയും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തയുടെ ആളുകളാണ് കൂടുതൽ എന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ കണ്ടാലും, ആ ചെയ്യണ തെറ്റും ഈ ഇസ്ലാം പഠിപ്പിച്ച നന്മയും ലാ യസ്തവി, എന്താണ്, സമമാകൂല എന്ന് പറയൂ പ്രവാചകരെ. കുൽ, നബി അങ്ങ് പറയണം, കുൽ ലാ യസ്തവി, കുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചോളിൻ, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചോളൂ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചോളിൻ, നിങ്ങൾ ഭൂരിപക്ഷത്തെ നോക്കണ്ട എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, എല്ലാവരും അങ്ങനെ, പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ. എന്താ, ഞാൻ പോകുന്ന ഖബർക്ക് ഞാൻ മാത്രമേ പോകുള്ളൂ, അതുകൊണ്ടങ്ങനെ. ഇവിടുന്ന് കൂട്ടുകെട്ട് ഉണ്ടാകും, കൂട്ടുകാരുണ്ടാകും, പക്ഷേ എൻ്റെ ഖബർക്ക് ഞാൻ ഒറ്റക്കാകും. ആ ബോധം മനസ്സിക്ക് വന്നാൽ പിന്നെ പ്രശ്നം വരില്ല. ഞാൻ മാത്രമാകുമോ എന്ന്, ഒറ്റപ്പെടൂ എന്ന പേടി പിന്നെ ഉണ്ടാവില്ല. ഒറ്റപ്പെടുന്ന രംഗമുണ്ട്, അവിടെ എനിക്ക് അമല് കൂട്ടിനുണ്ടാകണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ ചില ഒറ്റപ്പെടലുകൾ ആവശ്യമായി വരും. സഹോദരങ്ങളെ, ഇസ്ലാം ഉണ്ടായത് തന്നെ അങ്ങനെ അപരിചിതമായ, ആരും ചെയ്യാനില്ലാതെ, ഒറ്റയും തെറ്റയും അവിടെയും ഇവിടെയും 1-2 ആളുകൾ മാത്രം തൗഹീദ് ഉൾക്കൊള്ളുന്ന, നന്മ ചെയ്യുന്ന ആളുകൾ 1-2 വിരലെണ്ണാവുന്ന കുറച്ച് പേരോ മാത്രമായിട്ടാണ് ദീൻ തുടങ്ങിയതെങ്കിൽ അതിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബദഅൽ ഇസ്ലാമു ഗരീബൻ, വളരെ അപരിചിതമായ നിലക്കാണ് ഇസ്ലാം തുടങ്ങിയത്. വസയഊദു കമാ ബദഅ ഗരീബ, തുടങ്ങിയ പോലെ അപരിചിതമായ അവസ്ഥയിലേക്ക് തന്നെ അത് മടങ്ങും. ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾ ഇല്ലാതാകുന്ന അവസ്ഥ വരും. ഇസ്ലാം പഠിപ്പിക്കുന്ന വസ്ത്രധാരണം നോക്കിയാൽ കാണാത്ത അവസ്ഥയുണ്ടാകും. റസൂലുള്ള പഠിപ്പിച്ചതുപോലെ വേഷം ധരിക്കുന്ന ഒരു പെണ്ണില്ലാത്ത അവസ്ഥ വരും. ചില നാട്ടിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, ഫതൂബാലിൽ ഖുറബാ, അപ്പോഴും അതൊന്നും വിഷയമാക്കാതെ ആ അപരിചിതമായ വേഷം ആരും സ്വീകരിക്കാഞ്ഞിട്ടും ഇസ്ലാം അങ്ങനെയാ പറഞ്ഞത് എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഫതൂബ, അവർക്ക് എൻ്റെ ആശംസകൾ, എൻ്റെ ആശീർവാദങ്ങൾ. ഇതിലപ്പുറം എന്താ സഹോദരങ്ങളെ വേണ്ടത്? അവർ അങ്ങനെ ഒറ്റപ്പെട്ട് നിന്നിട്ടും ആ നന്മയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ആശംസകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ഹദീസിൽ കാണാം, സഹീഹുൽ ജാമിഉൽ അൽബാനി കൊണ്ടുവന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, തൂബാലിൽ ഖുറബാ, അപരിചിതർക്ക് മംഗളം. അവരാരെന്നറിയോ? ഉനാസുൻ സാലിഹൂൻ ഫി ഉനാസിൻ സൂഇൻ കസീർ, ധാരാളം ആളുകൾ തെറ്റ് ചെയ്യുന്നവരുണ്ടായിട്ടും അവിടെ നന്മ ചെയ്യുന്ന കുറച്ചാളുകളുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ആശംസകൾ, എൻ്റെ ആശീർവാദങ്ങൾ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, മൈ യഅസീഹിം അക്സറു മിമ്മൻ യുതിഉഹും, അവരെ അനുസരിക്കുന്നവരുടെ എണ്ണം അവരെ ധിക്കരിക്കുന്നവരുടെ എണ്ണത്തിൽ നിന്ന് വളരെ വിരളമായിരിക്കും. എല്ലാവരും ഓരെ എതിർക്കണവരായിരിക്കും, അവർ പറയുന്നത് അനുസരിക്കണവർ കുറച്ചേ ഉണ്ടാകുള്ളൂ. എന്നാലും ആ നന്മയിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ആശീർവാദങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും തന്നെ പറഞ്ഞത്. ഞാൻ വിശദീകരിക്കല്ല, അവസാനിപ്പിക്കുകയാണ്.
അങ്ങനത്തെ ഒരു അവസ്ഥ വരും. എങ്ങനെ? കുറേ ആളുകൾ തെറ്റ് ചെയ്തിട്ടും കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം സത്യമായി നന്മയിൽ, തൗഹീദിൽ, സുന്നത്തിൽ, പ്രവാചകൻ്റെ സ്വഭാവത്തിൽ, പ്രവാചകൻ്റെ വസ്ത്രധാരണത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ കുറച്ച് പേരുണ്ടാകുന്ന അവസ്ഥ വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തറിയോ? യഅതി സമാൻ, ഒരു കാലം വരും, അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്, അൽ ഖാബിലു അലാ ദീനിഹി, ദീൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കൽ ഖാബിലി അലാ ജംറത്തിൻ മിനൻ നാർ, തീക്കനൽ കൈ പിടിക്കണ പോലെ പ്രയാസം ഉണ്ടാകുന്ന കാലമായിരിക്കും അത്. മനസ്സിലാവുണ്ടോ പറയണത്? തീക്കനൽ കൈ പിടിക്കുന്നത് എത്ര പ്രയാസ, അത്ര പ്രയാസം ദീന് സ്വീകരിക്കൽ ആയി മാറുന്ന ചുറ്റുവട്ടമുള്ളവർ മുഴുവൻ, അയൽപ്പക്കക്കാർ മുഴുവൻ, തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ മുഴുവൻ, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ മുഴുവൻ തിന്മയിലാകുന്ന കാലം വരും. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയലാണ് കഴിവ്. അതാണ് ഈമാന്, അതാണ് തഖ്വ. കൂടെ പഠിക്കണവരൊക്കെ ക്യാമ്പസിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് വെള്ളടിക്കും. പക്ഷേ അപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരുത്തുണ്ടെങ്കിൽ അവനാണ് മുത്തഖി. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ ഹോസ്റ്റലിൽ നിസ്കരിക്കണില്ല, പക്ഷേ ഞാൻ അവിടെ ഒരു മുസല്ല കൊണ്ടുപോയിട്ടിരിക്കുകയാണ്, ഞാൻ നിസ്കരിക്കലുണ്ട് എന്ന് പറയുന്നവരുണ്ട്, അവനാണ് ഈമാനുള്ളവൻ. എല്ലാവരും ഒപ്പമുള്ളവർ മുഴുവൻ പോയിട്ടും കൽ ഖാബിലി അലാ ജംറത്തിൻ മിനൻ നാർ. സുഹൃത്തുക്കളെ, മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജറത്തിൻ ഇലയ്യ. ഫിത്നകൾ വ്യാപകമാകുമ്പോഴും ഹറാമുകൾ വ്യാപിക്കുമ്പോഴും അതിൽ പെടാതെ നന്മ ചെയ്യുന്നവർ എൻ്റെ അടുത്തേക്ക് ഹിജറ വന്നവനെ പോലെയാണ്. എങ്ങനെ? എല്ലാവരും തെറ്റ് ചെയ്തിട്ടും ആ തെറ്റിൽ മുഴുകാതെ രക്ഷപ്പെടുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് ഹിജറ വന്നവനെ പോലെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുതമസ്സിഖു ബി സുന്നതി ഇൻദ ഇഖ്തിലാഫി ഉമ്മതി കൽ ഖാബിലി അലൽ ജംർ. വിവിധ അഭിപ്രായങ്ങൾ ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടും അതിൽ സത്യസന്ധമായ അഭിപ്രായം ഏതെന്ന് കണ്ടെത്തി അത് സ്വീകരിക്കുന്നവൻ തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. നമ്മൾ സത്യവും പ്രമാണവും എവിടെയാണോ അവിടെ നിലനിൽക്കുകയാണ് വേണ്ടത്. ആളുകളുടെ എണ്ണം കുറവോ അല്ലെങ്കിൽ കൂടെയുള്ളവരാരും ചെയ്യുന്നില്ല എന്നതോ ഒന്നും തന്നെ ഒരു നന്മ സ്വീകരിക്കാനോ ഒരു തിന്മ ഒഴിവാക്കാനോ നമുക്ക് തടസ്സമാകാൻ പാടില്ല എന്നാണ് ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. അല്ലെങ്കിലും കുറേ ആളുകൾ ചെയ്യുന്നതിനേക്കാളും കൂലി കുറേ ആളുകൾ ചെയ്യാനില്ലാത്ത നന്മ ചെയ്യുന്നവർക്കാണ് കൂടുതൽ കൂലി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരം ഏതാണ്? രാത്രി നമസ്കാരമാണ്. അതിൻ്റെ ഒരൊറ്റ കാരണമുള്ളൂ, എന്താ? കുറേ ആളുകൾ ചെയ്യൂല, കുറച്ച് ആളുകൾ ചെയ്യുള്ളൂ. കൂടുതൽ ആളുകൾ ചെയ്യാനില്ലാത്തൊരു ഇബാദത്ത് ചെയ്യുന്നവൻ അല്ലാഹു കൂടുതൽ പ്രതിഫലം നൽകും. മനസ്സിലാണ്ടോ പറയണേ? റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? സുബ്ഹിന് മുമ്പുള്ള രണ്ടാ. എന്തേ കാരണം? ചെയ്യുന്നവർ കുറവാണ്, ചെയ്യുന്നവർക്ക് കൂടുതൽ കൂലി അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് അക്സർ എന്താ ചെയ്യണേന്ന് നോക്കാൻ നമ്മൾ നിൽക്കേണ്ട. ആയത്തിൻ്റെ അവസാനത്തെ വാക്ക് കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഫഹും മുഅരിളൂൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അവരധികമാവും ശ്രദ്ധിക്കാത്തവരാണ്, തിരിഞ്ഞു കളയുന്നവരാണ്. അധികം ആളുകളും സത്യം മനസ്സിലാക്കാതെ തിരിഞ്ഞു കളയുകയാണ്. ആ തിരിഞ്ഞു കളയുന്നവരിൽ ഈ ഖുർആൻ പഠിക്കുന്ന നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അതിന് നമുക്ക് നന്മ സ്വീകരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. പ്രമാണവും ദീനും എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.